try to realize who you are, not intellectually, not physically, but consciously. I am Gerardo Setti, an Italian writer. I don't know why I am here, but there is a reason. To know, react. Life is not Midsummer Night's Dream. Life is not a copy of heaven. So take it as you like. Excuse it. All the world is a play, and all men and women praising and playing. Please stop your plays, and you are the real creator, dear. I love you, Shakespeare. I love you too. Beware. This life is a drama. Let's start our play. Saatchi. Softly. Saatchi. Softly. Saatchi. ഇത് കളിയല്ല. ദേ, ഇവിടെ നാടകവും ഒരു കളിയല്ല, കഥകളി. കേട്ട് കാണുമല്ലോ, അത് വെറും കളി മാത്രമല്ല. ഇനിയൊരു അല്പസമയം നിങ്ങൾ സാക്ഷീഭാവത്തിൽ ശ്രദ്ധിക്കുക. മറിച്ചൊരക്ഷരം പറയരുത്, അത് വെറും അഹങ്കാരമാണ്. എല്ലാ തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു. ജോലി നഷ്ടപ്പെടുമെന്നും നിങ്ങൾ പാപ്പരാകുമെന്നും നിങ്ങൾക്ക് അസുഖം വരുമെന്നും മരിക്കുമെന്നും നിങ്ങൾ സങ്കല്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ഭാവനകളുമുണ്ട്. അതൊന്നു മാത്രമാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. നിങ്ങൾ സ്വയം അടിച്ചേൽപ്പിക്കുന്ന വേദനകളല്ലാതെ മറ്റൊന്നും നിങ്ങളെ വേദനിപ്പിക്കില്ല. നിങ്ങൾ ലോകത്തിന്റെ ആനന്ദമാണ്. ഈ നാടകക്കളി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളായിരിക്കേണ്ടതുണ്ട്. 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 The whole world is a puppet show. The whole world is a puppet show. The whole world is a puppet show. The whole world is a puppet show.
എന്റെ വിശ്വാസപ്രമാണം തന്നെ ഞാനൊന്നും ചെയ്തില്ല. 10-15 വർഷമാണ് കൂടെ നടന്നിട്ട് ഒരു വേലക്കാരനെ പോലെ എല്ലാം ചെയ്തത്. അയാളിന്റെ കഴുതിക്കാണ് മരിക്കും മരി ഞാനെങ്ങനെ വിളിക്കുന്നു? വേഷത്തിലാണ് പോയി അഭിനയമാണ്. അയാളെന്നെ കളിയാ ശിവരാമനെ പുകഴ്ത്തുന്നു. എനിക്ക് തരാമെന്ന് പറഞ്ഞ് അയാൾക്കുള്ളതല്ല ശിവരാമൻ എഴുതിക്കൊള്ളു. അവളുടെ അച്ഛന്റെ മുന്നിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് വന്നു. എടാ വാസു, നിന്നെ ഞാൻ തകർത്ത് ഈ ഗ്രാമം നിന്നെ വെറുത്തു. കഴിഞ്ഞ കളി ദുശ്വാസനന്റെ മാറുവിളക്കുന്ന വിമതേ. ആ കളി ശരിക്കും ഞാൻ പക്ഷേ എന്റെ ബുദ്ധി, എന്റെ കീഴ്സംഘ ബുദ്ധി ഞാൻ നിന്നോടൊപ്പം നിൽക്കും. അവസാനം കൂടുതൽ എന്റെ കത്തിവേശം അല്ല, എന്റെ കരിവേശം നിന്റെ ജീവിതത്തിലെ കരിയ, നിന്റെ ജീവിതത്തിലെ കരി വാസുവാശാൻ നിന്നെ ഞാൻ തകർക്കും. അരുതി കണ്ടാൽ അതിരം ധേയം, അരുതി കണ്ടാൽ അതിരം ധേയം, അടുത്തു ചെന്നിനി അനുപശ്യേയം, അടുത്തു ചെന്നിനി അനുപശ്യേയം. ആരാണിവതന്നധരം പേയം, ആരാണിവതന്നധരം പേയം, അരുതി മധ്യുതി അനവധേയം, അരുതി മധ്യുതി അനവധേയം, അരുതി മധ്യുതി അനവധേയം, അരുതി മധ്യുതി അനവധേയം. അരുതി മധ്യു അരുതി മധ്യുതി എല്ലാം തീർന്നു. വാസു അവളെയും കൊണ്ട് പോയി. എനിക്ക് ഭയമേ കിട്ടൂ. ഓ, കിട്ടില്ലായിരിക്കാം. കഥകളി വിളക്കിനിടയിലൂടെ അവളുടെ സൗന്ദര്യം, ഓ അവളുടെ സൗന്ദര്യം ആസ്വദിക്കും. പക്ഷേ എനിക്ക് ഭയമേ വേണം. ഞാൻ വേണമെങ്കിലും പക്ഷേ ഭയമേ, ഓ ഇല്ല ഇല്ല, നിനക്കൊന്നും നഷ്ടപ്പെടില്ല. വാസുവിനെ എങ്ങനെ വിൽക്കണമെന്ന് എനിക്കറിയില്ല. വർഷങ്ങളായി കത്തിവേഷം ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പ്രതികാരത്തിന്റെ ഫലകവിത തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്നെ പറ്റിക്കരുത്, ഇനി എന്നെ നാടക്കെടുക്കരുത്. വരുമോ? എനിക്ക് കിട്ടുമോ? എന്റെ ജീവൻ കൊടുത്തു
പൈമി ഞാൻ നിനക്ക് നൽകും. ഓ മതി. നീ സമാധാനിക്കും. നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കും. രണ്ടുപേർ നശിക്കണം. അതിനുള്ള ചൂണ്ടയാണ് നിന്റെ പൈമി. ഒരു കുടുംബം മൊത്തം ഇരയാകുന്നു. അത് നീ എന്ത് ബുദ്ധിയാണെങ്കിലും പ്രവേശിക്കും. പക്ഷേ എനിക്ക് ഭൈമി കിട്ടുമോ? ഭൈമി കിട്ടുമോ? നീ സമാധാനം. നമുക്ക് അങ്ങോട്ട് ഇരുന്ന് ആലോചിക്കാം. വരൂ. ഭൈമി വരും. Yummy, yummy, baby, come down. 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 മനോഹരമായ ഗാനങ്ങളുടെ വൃത്തികെട്ട കുറെ ഗോഷ്ഠികൾ. നിർത്തും. ഞാൻ അടി തകർക്കട്ടെ. സംശയമില്ലാത്ത നിയന്ത്രണമില്ലാത്ത പാട്ട് ഇവിടെ അതൊക്കെയല്ലേ പറ്റൂ. നിങ്ങൾ അതിന് കൂട്ടി നിൽക്കുവാണോ? ഗോതമ്പ് വരൂ. വരൂ. എത്ര വഴി മന്ദി നടന്നു, എത്ര വഴി മധ്യമാവധി രാഗം പോലെയാണ് നിന്റെ സൗന്ദര്യം. ആ രാഗവും നീയും ഒരിക്കലും എന്നെ വിട്ട് പോകില്ല. അതല്ലേ നീ ഇവിടെ ആ രാഗവും മൂടിയതേ ഉള്ളൂ. നീ വന്നു. ശ്രീപത്മനാഭന്റെ നടയിൽ കഥകളി കാണുന്ന അതേ അനുഭവം. ശിവരാമൻ, നിന്നെ കാണാതെ പോകാൻ എനിക്ക് കഴിയില്ല. ഞാൻ കണ്ടു. ഇനി നേരം വൈകിക്കുന്നില്ല. ശിവരാമൻ, കോട്ടയ്ക്ക് കാശ് കിട്ടുന്ന കളി മുടക്കിയാണ് ഞാനിവിടെ എത്തിയത്. ചുറ്റമ്പലത്തിൽ കല്ലോകത്തിൽ വെച്ച് ഞാൻ നിന്നെ എന്ന് കണ്ടു. നിന്നെ
കാണാൻ മാത്രമാണ് സൈതന്ത്രി ഞാൻ ഇവിടെ വരെ വന്നത്. ഇങ്ങനെ അപൂർവ കലാകാരനാണ്. അതിപ്പോ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വെറുതെ ജീവിതം കളയരുത്. വെറുതെ എന്തിനാണ് നീ നിന്റെ ജീവിതം കളയുന്നത്? കലയോടൊപ്പം സമ്പത്ത് നീ ഉണ്ടാകണം. ഇതാ നടയടച്ചപ്പോ കിട്ടിയ ഉണ്ണിക്കണ്ണന്റെ നൈവേദ്യം നിനക്ക് പണ്ടേ ഇഷ്ടമായിരുന്നില്ലേ? ചെറിയ പഞ്ചസാര തൂകിയ രുചി. വളരെ വൈകിയാണ് ഞാൻ ഈ ഉത്സവപ്പറമ്പിലെത്തിയത്. ബസ് കിട്ടാൻ താമസിച്ചു. കളി തുടങ്ങും മുമ്പ് ഓടി തട്ടുദോശ കഴിച്ചിട്ടുണ്ട്. അവിടെ അടുത്തൊരു വളക്കാരൻ, നല്ല നീല വളകൾ. അത് നീ അറിഞ്ഞാൽ ഇതാ സൈതന്ത്രി നിനക്കുള്ള നീല വളകൾ. സുഗന്ധിക പൂക്കൾ പോലെയാണ് ഈ വളകൾ. അയ്യോ, ആര് വരുന്നു? അല്ല, നീ ഇവിടെ വന്ന് വെക്കുവാണോ? കളി കഴിഞ്ഞ് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാസു ആശാന് നിന്റെ പാട്ട് വർണ്ണിച്ച് മതിയാവുന്നില്ല. അഭിനന്ദനില്ല ശിവ. നൈവാനിയുടെ അസാമാന്യ സാഹിത്യം, അതിനൊത്ത മധ്യമാവധി രാഗം, അതിനുപരി നടന്റെ ഭാവം, അതിനൊത്ത ലയശുദ്ധിയിൽ ചെണ്ടയും മദ്ദളവും വിലത്താളവും ഇതൊക്കെ സമന്വയിച്ച് ഒരു വേഷപ്രദർശനം, ഒരു കലാരൂപം ഈ ഭൂമിയിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ രൂപകൽപ്പന ചെയ്ത നമ്മുടെ ഗുരുക്കന്മാർക്ക് വേണം. ഇത് ഒരു സമ്മാനം നമ്മുടെ ഓരോ കളിയിലും. എന്നും അവരെ നമസ്കരിക്കണം. നമസ്കാരം. ഭൈമിയുടെ എഴുത്തും ലേഖനവും എല്ലാം ഞാൻ പത്ര ആനുകാലിക പുസ്തകങ്ങളിൽ വായിക്കാറുണ്ട്. നിങ്ങളിലൂടെ കഥകളി ജീവിക്കുന്ന വഴി ഉദാത്തമാണ്. വാസവാശാന്റെ പ്രിയ ഭക്തിയല്ലേ? ഇത്രയും കഴിവുകളുടെ ഒരു അപൂർവ സംഗമമാണ് നിങ്ങൾ ഇരുവരുടെയും ദാമ്പത്യം. ആർക്കും അസൂയ തോന്നുന്ന ഇതിനാണ് നളനും ദമയന്തിയും. അതല്ലേ ശരി? എത്ര ഭംഗിയായിട്ട് വർണ്ണിക്കുന്നു. അതിരിക്കട്ടെ, വാസുവാശാനി ഇപ്പോ കളിയൊക്കെ നടനെ കാണാറേ ഇല്ലല്ലോ. വാസുവാശൻ ഇന്നലെ എത്തിയതേ ഉള്ളൂ. അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ എത്താം. ഞാൻ ഉടനെ എത്താം. ഉടനെ തിരികെ എത്താം. അല്ല, അവനെ കാണാൻ കൂടിയാണ് ഞാനിവിടെ എത്തിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുഖത്ത് എന്തോ ഒരു പരിവേഷമോ? അവനെ കുറിച്ച് കരയോഗക്കാരും കളിക്കാരും വാദ്യക്കാരും എല്ലാം കുറ്റം മനസ്സിലാവും. അതൊന്ന് കണ്ട് സംസാരിക്കാൻ കൂടിയാണ് ഞാനിവിടെ എത്തിയത്. അവരെന്താണ് പറയുന്നത്? പാഠവഴികൾ നടത്തിപ്പുകാർക്ക് കലാകാരന്റെ വിഷമം അറിയാൻ യാതൊരു ക്ഷമയുമില്ല. ഒരു അടിച്ചുപൊളി പരിപാടി നടത്തുക, അത്രേ ഉള്ളൂ. പക്ഷേ കലയുടെ രസം ആസ്വദിക്കണം. അവന് കൊടുക്കുന്ന വേദന വളരെ തുച്ഛവുമാണ്. ഭൈമി, കാലങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ദുരന്തം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ശരി, ദൈവകൃപയാൽ കിട്ടിയ ഈ കല നീയും സൂക്ഷിക്കും. അവന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പെട്ടെന്ന് എന്താ ഒരു വിഷമം? സത്യങ്ങൾ വിളിച്ചു പോകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകും. ശിവരാമൻ ശിവരാമൻ
അവൻ പിൻപാട്ടി പാടിയിട്ടുള്ള ഒരു ഗാനങ്ങളും ഞാൻ കരയാതെ അഭിനയിച്ചിട്ടില്ല. ഭൈനി, നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് തിരുവനന്തപുരത്ത് നവരാത്രി ഉത്സവം, ദൂരെ ചന്ദ്രക്കല, രസികർ നിലത്തിരിക്കുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ ആദ്യത്തെ സ്ത്രീ കഥാപാത്രം? കുന്തി, അതെ, കർണശബദത്തിലെ കുന്തി. നീ ഓർക്കുന്നുണ്ടോ? അന്നും നീ അതിലൊരാളായിരുന്നു. അവന്റെ പാട്ട് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം മറക്കും. പൂർണ്ണ ദുഃഖിതയായ കുഞ്ഞിയായി ഞാൻ മാറും. സ്വന്തം അപമാനം സഹിക്ക വയ്യാതെ ജനിച്ച കുഞ്ഞിനെ ഉടയിലേക്ക് ഒഴുകിവിട്ട് അവന്റെ പാട്ടിൽ ഞാൻ ഹൃദയമൊന്ന് അഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. എന്റെ എല്ലാ നവരസങ്ങളും എവിടെയോ മറന്നു. അനുഭവമായ നിമിഷം വാസുവാശാൻ ഒരു ദുഃഖം പേറിയ അമ്മയായി എന്നെ കണ്ണീരിലാക്കിയതെന്തോ. വാസുവാശാൻ ആ കുഞ്ഞിനെ കുറിയിലിട്ട് തിരികെ നോക്കാതെ ഒരൊറ്റ നിൽപ്പാണ്. അതാണ് അമ്മ. ഞാൻ പോലും അറിയാതെ കുട്ടിയുടെ വേഷം ഉൾക്കൊണ്ട ആ പുരുഷത്വത്തിനെ എന്റെ പ്രണയമാക്കി. എന്റെ സ്വന്തം വാസു. അഭിനയിച്ചത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എനിക്ക് മറക്കാൻ പറ്റില്ല.
അടർന്നു വീണ അവളുടെ എന്തൊന്നും പുഷ്പം. ഇനി എന്നെ പറ്റിക്കരുത്. ഇപ്പൊ ശരിയാക്കാം. ഭൈമി എനിക്ക് കിട്ടുമോ? പറ. നീ സമാധാനം എന്ത് നിനക്ക് കിട്ടും. നീ സങ്കടമെനിക്കുണ്ട് സടയത വേണമെങ്കിൽ മംഗളരാത്രിയിങ്ങനെ തുടരുന്നു. സഹീനായ ഗോവിന്ദൻകുട്ടി ലോന്റെ ചക്കാരൻ ഇവിടെ ഒരു പുതിയ അധ്യായം തുടങ്ങി. വാസഗോവിന്ദൻ തകർത്തു. അവൻ അവളെയും കൊണ്ടുപോയി, ഇവൻ ഇവളെയും കൊണ്ടുപോയി, അവൻ അവളെയും കൊണ്ടുപോയി, ഇവളെയും കൊണ്ടുപോയി. ഭൂമി നിറയെ പ്രളയം. എനിക്ക് അവനെ ഒന്നും കിട്ടുന്നുമില്ല. ഭൂമി നിറയെ പ്രളയം. ഭൂമി നിറയെ പ്രളയം. വജ്രമുഖൻ അതല്ലേ ഭൃംഗം. നമുക്ക് അവിടെയും ഇവിടെയും അങ്ങനെ ഓ ഭൃംഗം മനസ്സിലായി. പണ്ട് മൂടൽ കേട്ടല്ലോ. മൂടൽ കിടന്നുകൊണ്ടല്ലേ വിളിച്ചത്. അതിനായല്ലേ ഈ ഓട്ടം. അവിടെയും ഇവിടെയും അങ്ങനെ അതൊന്നും നടക്കുന്ന ഭൃംഗം. പ്രണയഭൃംഗം ഭൂമി നിറയെ പൂക്കൾ, വൈവിധ്യമാർന്ന പൂക്കൾ. ആ പ്രണയഭൃംഗം നമ്മുടെ നായികയെ കഥകളിക്കാരല്ലേ. നടനും രമേശയ്ക്കും ഒരുപോലെ അത്ര വികാരം. രസകരമായ കല നടത്തുന്നത് കഥാലിക്കൊണ്ടാണ്. ഞാൻ പറയാം. സൗന്ദര്യത്തിന്റെ ദമ്പതികൾ അവർക്കിടയിലേക്ക് അവരെ ഉപദ്രവിക്കാൻ അവർ പോലും അറിയാതെ എത്തിയ ഒരു വൈറസ്. ഭൃംഗം അത് പക്ഷെ കൊറോണയല്ല, മനുഷ്യ മനസ്സിന്റെ വികലമായ വൈറസ്. അത് വണ്ടികളെ പോലെ ഇങ്ങനെ പാറി നടക്കുന്നു. തേൻ കുടിക്കാനും തേനെടുക്കാനും തേൻ തരാനും എന്നൊക്കെ തോന്നും. പക്ഷേ പിന്നിൽ കൂടെ ആരും അറിയാതെ അവൻ നിങ്ങളെ കടിക്കും. അമിതാക്കരുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. ഞാനൊന്നുകൂടെ നോക്കട്ടെ. വേണ്ട വേണ്ടേ വേണ്ട വേണ്ട.
ഓട്ടം തുള്ളൽ, നീ എഴുതിയ ഈ വ്യാഖ്യാനം എത്ര മനോഹരമായിട്ടുണ്ട്. താമര സാക്ഷന്റെ മെത്തേന താഴത്തു തങ്ങിക്കിടക്കുന്ന അവനെ ചുമക്കുന്ന ജ്യേഷ്ഠനെ പേടിച്ച് നാട്ടിൽ നിന്ന് പോയ ഒരു ഉണ്ണിക്കരുത്തരത്തുള്ള ഈശ്വരൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ വന്നു തുണയ്ക്കണം. എത്ര സമ്പന്നമായിട്ടാണ് നീ വരികൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചതേ ഉള്ളൂ, ഞാൻ മൊത്തം വ്യത്യസ്തമാക്കി. എന്റെ ഹൃദയവും സമ്പന്നമാണ് ഭൈരി, എന്റെ സൗന്ദര്യം പോലെ. അത് നിന്റെ ഉള്ളിലെ സൗന്ദര്യമല്ലേ ഈ പറയുന്നത്. പുറമേ കാണുന്നത് വെറുതെയാണ്. കഥകളിയുടെ രസം അറിയണമെങ്കിലും അത് ഉള്ളിൽ തന്നെയല്ലേ. നീ ഒരു തത്വജ്ഞാനിയെ പോലെ സംസാരിക്കുന്നു. എനിക്കൊരു ആശയം, അല്ല ഒരു കവിത, അല്ല ഒരു കഥ, അത് നീ ആട്ടക്കഥയാക്കിയാലോ? നിന്റെ കഥ കേൾക്കാൻ എനിക്ക് ഈ ജീവനം മുഴുവൻ തയ്യാറാണ്. ഇതൊരു പഴയ കഥയാണ്, പക്ഷേ ഏറ്റവും പുതിയതുമാണ്. നീ നിൽക്കുന്നത് പഴയ സ്ഥലത്താണ്, പക്ഷേ ഏറ്റവും പുതിയതുമാണ്. ഈ കഥ നടന്നത് അല്ല, രാമായണത്തിൽ എവിടെയോ പറഞ്ഞു പോയ ഒരു കഥയാണ്. അഹല്യ, അതിസുന്ദരിയായ അഹല്യ. അഹല്യ ശിലാരൂപത്തിലായെന്ന് പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ ജീവിതം വിരസവും അന്ധകാരം നിറഞ്ഞതും ഭയാനകവും ഒക്കെ ആയിരുന്നു. അവൾ കാലങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ അവളുടെ ശിലാചിലകൾ പാടിയടച്ചു. എവിടെ നിന്നോ വന്ന രാമൻ അവൾക്കെല്ലാം നീ എത്ര സുന്ദരിയായിരിക്കും ഈ വേഷത്തിൽ, ഒരു ദേവതയെ പോലെ ഭംഗി. കഥയും സന്ദർഭവും സ്നേഹവും പട്ടുപോലെ തന്നെ. ഈ പട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ പട്ട് നീ ഒരിക്കലും കൈവശം വരുത്തരുത്. തലമുറകളായി എനിക്ക് കിട്ടിയ പട്ടാണ്. നീ ഒന്നും സൂക്ഷിക്കണം, ഹൃദയത്തോട് ചേർത്ത്. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഉറപ്പാണ്. ഞാൻ ഭാഗ്യവതിയാണ്. നീ എന്റെ രാമനും. പണ്ട് ദുഷ്യന്തൻ ശകുന്തളക്ക് കൊടുത്ത വിശ്വാസ മോതിരം പോലെ. ജീവിതയാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധ. പല അപകട സാധ്യതകളും കണ്ടറിഞ്ഞുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ സശ്രദ്ധം കേൾക്കണം. നിങ്ങൾക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഭയപ്പെടേണ്ട, ഞങ്ങൾ നാടകക്കാർ നിങ്ങളോടൊപ്പം. വൈറസ് കഴിഞ്ഞു പോയ നാളുകളിൽ കേട്ട കെട്ട വാക്ക്, അതിന്റെ ഭയം നിങ്ങളുടെ കണ്ണുകളിൽ ഇപ്പോഴും. തുമ്മൽ, ചുമ, തൊണ്ടവേദന, മാസ്ക്,
കൈകഴുകൽ, ജീവിത പ്രതിസന്ധി. നമ്മൾ ഇനിയും അതിജീവിക്കും. ശാസ്ത്രം മനുഷ്യന്റെ ഏക പ്രതീക്ഷയാണ്. ഈ വൈറസിന് മുൻപ് പണ്ട് മനുഷ്യനുണ്ടായ കാലം മുതലേ നമ്മൾക്കിടയിൽ ജീവിക്കുന്ന മറ്റൊരു വൈറസ്, മനുഷ്യ മനസ്സിന്റെ വികലമായ വൈറസ്. അസൂയ, ശത്രുത, അഹങ്കാരം, ആധിക്യം. അങ്ങനെയാണ് ഇവ നശിപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്, കൂട്ടുകാരെയാണ്, സമൂഹത്തെയാണ്. കൊറോണ എന്ന ഭീകരതയേക്കാൾ എത്രയും വലിയ ഭീകരതയാണ് മനുഷ്യന്റെ വികലമായ മനസ്സ്. ജീവിതത്തിൽ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ദുരിതാനുഭവങ്ങൾക്ക് സാക്ഷിഭാവത്തോടെ അതെ, എന്തായി സാക്ഷി? മാറി നിന്ന് കാണുന്നു. ഓ, നിശബ്ദമായി സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ രണ്ടും. അല്ല, ഈ ലഘു നാടക അവതരണത്തിലൂടെ ഒരു പിടി നാടക കൂട്ടുക. വാസുവാസാക്കി ഞാൻ നടക്കുകയാണ്. വാസുവാസാനെ എന്റെ വിശ്വാസമല്ലേ? വിശ്വാസമാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? പറയൂ. അല്ല, പൈനിക്ക് ശിവരാമന്റെ പാട്ട് ഇഷ്ടമാണ്. അവർ സുഹൃത്തുക്കളാണ്. അതിനെന്താ? അല്ല, എന്നാൽ പൈനി ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് തെളിച്ചു പറയൂ. ഞാൻ അങ്ങയുടെ വിശ്വസ്തനാണ്. അറിയാം, സ്നേഹിതനുമാണ്. അല്ല, എങ്കിലും ആ പൈനി ഇതിനെ ശ്രദ്ധിക്കും. മനസ്സിലാവുന്നു. വിശ്വസിക്കണോ അതോ സംശയിക്കണോ? ഈ പിഴച്ചുകളാണ് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും വയ്യ. ദൈവമേ, എന്നോ കേട്ടിനോ ദൈവമേ, എന്നോ കേട്ടിനോ ഇന്നെന്റെ തിരസിംഗൽ അശനിവാ. ആകെ തളർന്നിരിക്കുന്ന പോലെ ആകെ വേർതി. എന്തു പറ്റി? എന്റെ തല വേദിക്കുന്നു. നെറ്റിയിലെന്നും മരുന്ന് പറ്റ. ഞാൻ അഹല്യ കുറച്ചും കൂടെ എഴുതി നമുക്ക് ഒന്നിച്ചിരുന്ന് വായിക്കാം. തലയും നെഞ്ചും വേദനിക്കുന്നു ഭയമേ. സാരമില്ല, കൊണ്ട പ്രസാദമാണ്. നീ എന്റെ മുഖത്തൊക്കെ സൂക്ഷിച്ചു നോക്കൂ. ചേട്ടനിക്ക് എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്നെ വഞ്ചിച്ചിട്ടില്ലാന്ന് സത്യം ചെയ്യും. ഗുരുവായൂരപ്പ, ഞാനിങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എന്തിനാ മൈനി നീ ഇത്രയും സുഖവതിയായിരുന്നു? എന്റെ ഹൃദയം നീ പുകയാണ്.
എന്തൊക്കെയോ തിരിച്ചറിയാനുണ്ട്. എനിക്ക് എന്തൊക്കെയോ തിരിച്ചറിയാനുണ്ട്. ആ എന്താ പറ്റി? കരട് പോട്ടെ. കരട് കണ്ണിൽ വീണാൽ അത് ഊതിക്കളയാം, അത് ഉള്ളിൽ വീണാലോ? എന്തിനാ എന്തിനാ ചേട്ടൻ എന്നെ ഇത്രയും സംശയം? കൃഷ്ണ ഹൃദയം ഒരു മഞ്ഞുതുള്ളിയായി ഒഴുകുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ആകെ തളർന്നു പോകുന്നു. നെഞ്ചിൽ ആരോ സംസാരിക്കുന്ന പോലെ. എനിക്ക് അസുഖമൊന്നുമില്ല, പക്ഷേ മാനസികമായ ചെണ്ടയും തേങ്ങിനെയും കഥയുടെ വേഷവും ഒക്കെ എനിക്ക് ഭയമാവുന്നു. എനിക്ക് പണ്ട് ഞാൻ അങ്ങനെ വിശ്വസ്തനല്ലേ. എനിക്ക് ഈ ചിന്തകളിൽ നിന്നെല്ലാം എനിക്ക് പുറത്തു വരണം. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹസൻ, ഞാൻ അങ്ങയുടെ ഉറ്റ സ്നേഹിതനാണ്. എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം. അങ്ങോട്ടത്തിലൂടെ ഞാൻ പുറത്തേക്ക് വരുന്നത് പോലെ എല്ലാത്തിൽ നിന്നും എനിക്ക് പുറത്തു വരണം. ഇനിയും ഞാൻ വേഷമാടല്ലേ? എനിക്ക് പറ്റുന്നില്ല. എന്റെ അച്ഛൻ പറഞ്ഞു തന്ന പഴയ ഒരു ധ്യാനമുണ്ട്. നീ ആ കണ്ണാടിയിൽ എടുക്കും. ഈ കണ്ണാടിയിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കും. എന്നിട്ട് ഞാൻ അഭിനയിക്കും. ഒരു സിംഹത്തെ പോലെയാവും. ഞാൻ അഭിനയിച്ച് ഞാൻ മനുഷ്യരല്ലാതെയായി മാറും. എന്റെ എല്ലാ വനിതകളും ഇവിടെ കത്തിച്ചാമലാവും.
നല്ല മഴയാണല്ലോ. പുറത്തിരിക്കുന്ന എല്ലാവരും നനയുന്നു. വാസവാശം എവിടെയാണോ? ചെല്ലപ്പനാശന്റെ കൂടിയായിരിക്കും. പക്ഷെ ശിവരാമന് കൂടിയുണ്ടോ? ഞാൻ എന്റെ ആര്യ സമ്പൂർണ്ണമാക്കി. ഇത് ഇനി എല്ലാവർക്കും ശാന്തി വരുത്തട്ടെ. എന്റെ അഹല്യ ഇത് കണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവും. എന്റെ അഹല്യ അതാണ് കാരണം. നിങ്ങളുടെ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് ഇഴിവ് കിട്ടിയില്ലേ? സൗരഭ്യം അതുപോലുള്ള ഈ ശരീരം ഞാൻ ഒരിക്കലും തോന്നിക്കില്ല. പക്ഷേ ഇവർ മരിക്കണം. അല്ലെങ്കിൽ ഇവൻ കൂടുതൽ പുരുഷന്മാരെ വഞ്ചിക്കും. അങ്കുശമില്ലാത്ത ചാവലങ്ങളെ നിന്നെ ഞാൻ സ്ത്രീയെന്ന് വിളിക്കുന്നു. വേദനിക്കുന്നത് തന്നെയാണ് എനിക്ക് മുറിവേറ്റത്. ചേട്ടൻ, ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഒരല്പം മയങ്ങിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചു, വിളക്കടച്ചു, കാത്തിരുന്നു. അഹല്യ എന്നെ സമ്പൂർണ്ണമാക്കി. നീ മരിക്കണം. കഷ്ടം. എന്താ പറയുന്നത്? നീ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നീ പ്രാർത്ഥിക്കേ. ശിവരാമന്റെ കൈ കൊടുത്തു ഞാനത് കണ്ടു. നോക്കി നീ അവനെ കുറിച്ച് പറയോ? പറയല്ലേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അവനെ കുറിച്ച് നീവല്ലറിയില്ല. നീ ഓർക്കണം. എന്ത് പറഞ്ഞു നീ ഓർക്കണം. എന്ത് പറഞ്ഞു അറിയില്ലേ? നിങ്ങൾ വ്യക്തമാക്കണം. അവൻ നിന്നെ ഉപയോഗിക്കില്ല. എന്ത്? അർഹിതമായി. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയില്ല. ചേട്ടൻ അദ്ദേഹത്തെ ഇപ്പൊ വിളിച്ചു ചോദിക്കണം. എന്റെ സ്നേഹിതനും സുഹൃത്തുമായ ചെല്ലപ്പൻ ഇന്നലെ രാത്രി അവനെ കൊന്നു. കഷ്ടം. അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു. ആ പാട്ടുകൾ ഞാൻ കഷ്ടത്തിനുമായി എന്നെ വിട്ടിരിക്കണം. നീ എന്നെ നിന്റെ അച്ഛനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇവൻ മൈമി വാസുദേവ ഇവൻ എന്നെ കളിക്കുന്നതാണ്. ഇവൻ ഓർക്കാൻ പാടില്ലാത്ത വാക്കുകൾ. എന്നെ കൊല്ലരുത്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. എന്നെ കൊല്ലരുത്. എനിക്ക് അങ്ങയുടെ സ്നേഹം
അവൾ നമ്മളെ പെറ്റോൾ താരാട്ടിയുറക്കിയോൾ ഇടനെഞ്ചിലെ സ്നേഹം പാലായി ചുരത്തിയോൾ അവൾ കാമുകിയായി യൗവനം ത്രസിപ്പിച്ചോൾ മകളായി വന്നു വീടു സ്വർഗതുല്യമാക്കിയോൾ അവൾ ജീവനിൽ സപ്തവർണ്ണങ്ങൾ ചാലിച്ചവൾ തണലായി താങ്ങായി നിഴൽ പോലെ കൂടെ നിന്നവൾ അവൾ കാമുകി അമ്മ പ്രേയസി സഹോദരി പ്രിയ സ്നേഹിത മകൾ വീടിൻ്റെ നിറദീപം ഹെലനായി ക്ലിയോപാട്രയായി ദ്രൗപദിയായി അവൾ സാമ്രാജ്യങ്ങൾ ഗതി നിർണയിച്ചവൾ അവൾ ഊർമിളയായി സതിയായി വൈദേഹിയായി ഇതിഹാസത്തിൽ പുതുമാനങ്ങൾ ചമച്ചവൾ അവളിന്നിര ശബ്ദമില്ലാത്തോൾ തിരസ്കൃത മുഖമില്ലാത്തോൾ സ്വന്തം പേരുപോലുമില്ലാത്തോൾ ഇരുൾ